ക്രിസ്ത്യാനോനെ കാണാൻ വേണ്ടി ഞാനൊരു ചങ്ങായി ബൈറോഡ് പോയൊരു സ്റ്റോറി ആക്കണം. എടാ ഇപ്പൊ വർഷം 2024 ഞാനൊരു ചങ്ങായി പടം ചുമ്മാ തുടങ്ങി വെച്ചാണ് ട്രേഡിങ്ങും ഡ്രോപ്പ് ഷിപ്പിങ്ങും. മൂന്നാറിൽ 500 ഏക്കറിൽ ഒരു ഫാം ഹൗസ്. ഇവിടെ ഒന്നും ഇങ്ങനെ ഒരു ക്ലൗഡി വെതറൊക്കെ ആയിരിക്കും കേട്ടോ. ഫാമിന് ചുറ്റും മേലത്തോട്ടും കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. അതിലൂടെ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് ഓടാനൊക്കെ പോകും. തിരിച്ചു നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഒരു ചാട്ടം അത് മസ്റ്റാ. പിന്നെ പറയാൻ വിട്ടു നമ്മുടെ ജോലി കംപ്ലീറ്റ് ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് മേലല്ലെങ്കിൽ ജോലി ചെയ്യേണ്ട അവസ്ഥ വരുന്നില്ല. സോ നമ്മൾ ജോലി ചെയ്യാനായിട്ട് മാത്രം നമ്മൾ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാറ്. നമ്മൾ അവിടെ സ്വന്തമായിട്ട് വീട് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഒരു 25 ആട് 25 പശു ഉണ്ട്. അയക്കാളെ നോക്കി നടക്കുക അത് വേറെ തന്നെ വൈബാ. ഞങ്ങൾ രണ്ടാക്കും ഈ കോടീശ്വരന്മാരുടെ യാതൊരു ഹുങ്കുമില്ലാത്തതുകൊണ്ട് എല്ലാ ജോലിയും നമ്മൾ ഇറങ്ങി ചെയ്യും കേട്ടോ. വീട്ടിലെ കുക്കിംഗ് ആണെങ്കിലും കൃഷിയിടത്തിലാണെങ്കിലും ഗാർഡൻസ് നോക്കലാണെങ്കിലും എല്ലാം കംപ്ലീറ്റ് പശുക്കൾ നോക്കൽ വരെ നമ്മൾ തന്നെ ഉണ്ടോ. പീസ്ഫുൾ ആയിട്ട് നൈസായിട്ട് അതിന് മുമ്പോട്ട് പോകുന്നുണ്ട്. സ്വിറ്റ്സർലാൻഡ് തൊട്ടടുത്ത് തന്നെയാണ് ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗലൊക്കെ വരുന്നത് കേട്ടോ. ലെമിനിയമാലി, എംബാപ്പെ, റൊണാൾഡോ ഇവരൊക്കെ ഒന്ന് കാണാന്ന് വെച്ച് ഇറങ്ങിയതാണ്. ആദ്യം നമ്മൾ പ്രൈവറ്റ് ജെറ്റ് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ വേണ്ട നമുക്ക് ഹെലികോപ്റ്റർ ആക്കാൻ കരുതി. അതും വേണ്ട പിന്നെ കാറ് മതി എന്ന് നമ്മളെ ചെക്കൻ പറഞ്ഞു. അപ്പൊ പിന്നെ കാറിൽ പോകാൻ കരുതി. റോഡിലൂടെ പോകുമ്പോൾ ഈ സ്വിറ്റ്സർലാൻഡിന്റെ പല സ്ഥലങ്ങളും കാണുമ്പോൾ ഞങ്ങൾ വിചാരിക്കാറുണ്ട് ഈ 25-ാം വയസ്സിൽ ഞങ്ങൾക്ക് ഈ ഭാഗ്യം കിട്ടിയല്ലോ എന്നുള്ളത്. ഓരോരോ ടൗൺ എത്തുമ്പോൾ നമ്മൾ കാറ് മാറ്റിട്ടോ. കാരണം വെച്ചാൽ എനിക്ക് BM ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഓന് പോർഷൻ 911 കാരം. അപ്പൊ ഓരോരോ മെയിൻ ടൗൺ എത്തുമ്പോൾ നമ്മൾ കാറ് മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് ഭയങ്കര ഹോണടി നിൽക്കാതെ ഹോണടിക്കുന്നുണ്ട്. നോക്കിയപ്പോ പോലീസാണ് നോക്കിയിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക.